ഹായ്, ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. നമ്മളിങ്ങനെ നമ്മുടെ ഓപ്പൺ കോഴ്സ് ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് ഓൺലൈൻ സംവിധാനത്തിൽ കൂടി. പ്രധാനമായിട്ട് നമുക്ക് ഈ സെമസ്റ്ററിൽ ചെയ്യാനുള്ള ഒരു വർക്കുകളുടെ ഏകദേശ രൂപം ഞാനൊന്ന് പറഞ്ഞു തരാം. നമുക്ക് 5 മോഡ്യൂളുകളാണ് ഇതിൽ പഠിക്കാനുള്ളത്. ആദ്യത്തെ എന്താണ് എൻവയോൺമെൻറ്റ്, അങ്ങനെയുള്ള കുറച്ച് ബേസിക് കോൺസെപ്റ്റ്സ് ആണ് ആദ്യത്തെ മോഡ്യൂള്. രണ്ടാമത്തെ മോഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ പൊല്യൂഷൻ, മൂന്നാമത്തെ വാട്ടർ പൊല്യൂഷൻ, നാലാമത്തെ മോഡ്യൂള് മറ്റ് ചെറിയ ചെറിയ കുറച്ച് പൊല്യൂഷൻസ്, ചില അതർ ടൈപ്സ് ഓഫ് പൊല്യൂഷൻ എന്നുള്ള പേരിൽ ഒരെണ്ണം, അഞ്ചാമത്തെ പൊല്യൂഷൻ കൺട്രോൾ ടെക്നിക്സ്. ഇതിൽ അവസാനത്തെ 2 മോഡ്യൂളുകളാണ് മാഷ്ക്ക് കൈകാര്യം ചെയ്യാനുള്ളത്. അപ്പം അതിൽ ആദ്യത്തെ നാലാമത്തെ മോഡ്യൂളായിട്ടുള്ള അതർ ടൈപ്സ് ഓഫ് പൊല്യൂഷൻ വെച്ച് നമുക്ക് ആരംഭിക്കാം. അതർ ടൈപ്പ് ഓഫ് പൊല്യൂഷനിൽ നമുക്ക് വരുന്നത് സോയിൽ പൊല്യൂഷൻ. സോയിൽ പൊല്യൂഷൻ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നത്. അതിൽ വരുന്നതാണ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ, പെസ്റ്റിസൈഡ് പൊല്യൂഷൻ, ഫെർട്ടിലൈസർ പൊല്യൂഷൻ, അങ്ങനെയുള്ള കുറച്ച് മൈനർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ തെർമൽ പൊല്യൂഷൻ, റേഡിയേഷൻ പൊല്യൂഷൻ, പിന്നെ അങ്ങനെയുള്ള കുറച്ച് മൈനർ ആയിട്ടുള്ള പൊല്യൂഷൻസിൻ്റെ കേസാണ് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓരോന്നിലും നമുക്കൊരു 4 കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ പൊല്യൂഷൻ, എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങൾ. രണ്ടാമത്തെ അതിൻ്റെ കോസസ്, കാരണങ്ങൾ. ഇനി അതിൻ്റെ എഫക്ട്സ് ആണ് അടുത്തൊരു സെക്ഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓരോ പൊല്യൂഷൻ്റെയും എഫക്ട്സ്. ഇനി അത് കഴിഞ്ഞാൽ കൺട്രോൾ മെഷേഴ്സ്. അങ്ങനെയുള്ള ഒരു 4 വിശദാംശങ്ങളാണ് ഓരോന്നിലും നമുക്ക് പറയാനുള്ളത്. ഞാൻ നിങ്ങൾ മറ്റ് സബ്ജക്റ്റുകളും ഉണ്ടാവും എന്നുള്ളതിൻ്റെ പേരിൽ ഞാൻ മലയാളത്തിലാണ് കൂടുതലും പറയുക. നിങ്ങൾക്കത് ബെനിഫിഷ്യൽ ആവുമെന്ന് വിചാരിക്കുന്നു. എന്നാലും പരീക്ഷ നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതേണ്ടി വരും. അതുകൊണ്ട് അത്യാവശ്യ കാര്യങ്ങൾ ഞാൻ ഇംഗ്ലീഷിൽ പറയും, ബാക്കിയുള്ളത് മലയാളം പറയുന്നത് ഞാൻ പറയാമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അടുത്ത എന്താ പറയുക, സമയം നിങ്ങൾ കളയുന്നില്ല. കാരണം വീഡിയോ നീളും തോറും നിങ്ങളുടെ ഡേറ്റ് അതിനനുസരിച്ച് ചിലവാകും. അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ നിങ്ങൾക്കത് സ്പീഡിൻ്റെ പ്രശ്നം വരില്ല. കാരണം നിങ്ങൾക്ക് പോസ് ചെയ്ത് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കാണാനുള്ള സൗകര്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സ്പീഡ് കൂടിയൊന്നും പ്രശ്നം നമുക്ക് വരില്ല. നിങ്ങളുടെ ഡേറ്റ് ലാഭിക്കാൻ ഞാൻ സ്പീഡിലാണ് പറഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അസൈൻമെൻറ്റുകൾ ഉണ്ടാവും, ഞാൻ അത് വഴി പറയാം. ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതിൻ്റെ ആ ക്ലാസ്സിൻ്റെ താഴെ നിങ്ങളുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം. നിങ്ങളുടെ പേര്, നിങ്ങൾ വേറെ ഏതെങ്കിലും മെയിൽ ഐ ഡിയിൽ നിന്നാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ മെയിൽ ഐ ഡി നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് നിങ്ങളുടെ പേര് അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. ഞാൻ സ്ലൈഡിൽ എടുക്കാം. അതർ ടൈപ്സ് ഓഫ് പൊല്യൂഷൻസ്. ഈ നമ്മുടെ സൗണ്ട് ഫ്രീക്വൻസിനെ നമ്മൾ പല ഫ്രീക്വൻസികളായി തിരിക്കും. ഇൻഫ്രാസോണിക് ഫ്രീക്വൻസി, ഓഡിയോ ഫ്രീക്വൻസി, ദെൻ അതിന് ഹയർ ആയിട്ടുള്ള റേഡിയോ ഫ്രീക്വൻസി, അങ്ങനെ നമ്മൾ പലതരത്തിൽ തിരിക്കും. മനുഷ്യന് ഫിസിക്സുകാർക്ക് നല്ലവണ്ണം അറിയാം. അവർക്ക് ക്ലാസിഫിക്കേഷൻ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും, സൗണ്ടിൻ്റെ ടോപ്പിക്സിലൊക്കെ കഴിയും. നമുക്കിവിടെ പറയാനുള്ളത് ഇതാണ്. ഹ്യൂമൻ ഇയർ ക്യാൻ ഹിയർ എ ഫ്രീക്വൻസി ഓഫ് 20 Hz to 20 kHz. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഓഡിബിൾ ഫ്രീക്വൻസി എന്നുള്ള അർത്ഥത്തിൽ ഓഡിയോ AF എന്ന് പറയാം. AF സിഗ്നൽസ് എന്ന് അതിനെ നമ്മൾ വിളിക്കുക. ഓഡിയോ ഫ്രീക്വൻസി, മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന സൗണ്ടുകൾ. മറ്റു മൃഗങ്ങൾക്ക് അതിൽ കൂടുതലുള്ള സൗണ്ടുകളും കുറഞ്ഞ സൗണ്ടുകളൊക്കെ കേൾക്കാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ പഴമക്കാർ പറയുന്നത് ഈ പട്ടികൾ ഇങ്ങനെ ഊരിയിടുന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് കാലം വരുമ്പോഴാണ്, അല്ലെങ്കിൽ ദുശകന സൂചനയാണെന്നൊക്കെ പറയും. ആക്ച്വലി അങ്ങനെയൊന്നുമല്ല. അതൊക്കെ സയൻസ് വഴി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഇൻഫ്രാസോണിക് സൗണ്ടുകൾ എന്ന് പറയുന്ന 20 Hz താഴെയുള്ള സൗണ്ടുകൾ കേട്ട് കഴിഞ്ഞാൽ അവർക്ക് പേടി തോന്നിയിട്ട്, നമ്മൾ കേൾക്കുന്നില്ല, അവർ കേൾക്കുമ്പോൾ അവർക്ക് പേടി തോന്നിയിട്ട് അവർ പേടിച്ച് നിന്ന് വിളിക്കുന്നതാണ് പട്ടി ഊരിയില്ലെന്ന് പറയാം. എനിവേ നമ്മുടെ വിഷയത്തിലേ ഉള്ളൂ. ഹ്യൂമൻ ഇയർ ക്യാൻ ഹിയർ എ ഫ്രീക്വൻസി ഓഫ് 20 Hz to 20 kHz. The ear is susceptible to damage if it receives high intensity noise. Noise is increasing day by day. അപ്പോൾ ഇവിടെ ഒന്നുണ്ട് എക്സ്പ്ലനേഷൻ വേണ്ടത് ഇതാണ്. ഈ നോയ്സ് എന്ന് പറയുന്നത് എനർജിയുടെ ഒരു ഫോമാണ്. നിങ്ങൾ ന്യൂട്ടൺസ് ഫസ്റ്റിലോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇറ്റ്സ് ഓൺലി പോസിബിൾ ടു കൺവേർട്ട് എനർജി ഓഫ് വൺ ഫോം ടു അനദർ ഫോം. അതായത് എനർജി പുതുതായിട്ട് ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ നമുക്ക് സാധിക്കില്ല. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനേ പറ്റും. അതുപോലെ തന്നെയാണ് ഇവിടെ. സൗണ്ട് എന്ന് പറയുന്നത് ഒരു എനർജിയുടെ ഫോമാണ്. അത് നമ്മുടെ ചെവിയിൽ പതിച്ചു കഴിഞ്ഞാൽ അത് വേറെ ഫോമിലേക്ക് മാറുന്നത് നശിച്ചു പോകുന്നില്ല.
അപ്പോൾ അത് നമുക്ക് അത്ര എനർജി നമ്മുടെ ചെവിയിൽ പതിച്ചു കഴിയുമ്പോൾ ഹൈ എനർജി ആണെങ്കിൽ അതിന് ഡാമേജ് പറ്റാൻ സാധ്യതയുണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത്. In the 19th century, development of steam engine, petrol engine, and technological machineries in industry resulted in increasingly noisy environment. In the 20th century, this has been further accelerated by introduction of jet engine, high technology machineries, and increased traffic. മനസ്സിലാക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് പണ്ട് കാലത്ത് ഈ സൗണ്ടിന്റെ പ്രശ്നങ്ങൾ തീരെ ഉണ്ടായിരുന്നില്ല, നോയ്സ് പൊല്യൂഷൻ തീരെ. കാരണം സൗണ്ട് ഉണ്ടാക്കുന്ന വലിയ മെഷീനുകൾ ഉണ്ടായിരുന്നില്ല, മൃഗങ്ങൾ ഉണ്ടാക്കുന്ന സൗണ്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ ഇങ്ങനെ ഗ്രാജുവലായിട്ട് വന്നപ്പോൾ മെഷീനറികളുടെ സൗകര്യങ്ങൾ കൂടി, വാഹനങ്ങൾ കൂടി, പ്ലെയിനുകൾ കൂടി, അങ്ങനെയുള്ള സൗകര്യങ്ങൾ വന്നപ്പോൾ ഭയങ്കര നോയ്സി അറ്റ്മോസ്ഫിയർ ആണ് ഇപ്പോൾ. അത് തന്നെ നിങ്ങൾക്കിപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ, നേരത്തെ എഴുന്നേറ്റ് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഒരു 5 മണി നേരത്തെ എഴുന്നേൽക്കണമെങ്കിൽ വളരെ സൈലൻ്റാണ് അറ്റ്മോസ്ഫിയർ. പിന്നെ ഒരു 5:30 ആകുമ്പോൾ അമ്പലങ്ങളിൽ പാട്ടുകൾ തുടങ്ങും. പിന്നെ ബാങ്ക് വിളി, പള്ളികളിലെ ക്രിസ്ത്യൻ പള്ളികളിലെ പാട്ടുകൾ ഇങ്ങനെയൊക്കെ ആരംഭിക്കും. പിന്നെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങും, കിളികളുടെ കലകളാരവങ്ങൾ തുടങ്ങും. അങ്ങനെ ഒരു 8 മണിയാകുമ്പോഴേക്കും ആകെ ബഹളം. അത് പക്ഷെ നമ്മൾ അറിയില്ല, കാരണം നമ്മൾ യൂസ്ഡ് ടു ആയി. പക്ഷെ നമ്മൾ ഒരു ഹർത്താൽ ദിവസം ശബ്ദം കേൾക്കില്ല എങ്കിൽ, ഇപ്പം നിങ്ങളുടെ ലോക്ക്ഡൗൺ പീരീഡിൽ, ഈ ആദ്യത്തെ ലോക്ക്ഡൗൺ സമയങ്ങളിൽ തീരെ സൗണ്ട് കേൾക്കില്ല. ദൈവമേ ഒറ്റ വണ്ടി ഓടില്ലല്ലോ നമ്മൾ പറയില്ലേ, അതുപോലെ ഞാൻ നീട്ടി വലിക്കുന്നില്ല, നീണ്ടുപോകും. Noise is a pollutant which is harmful to all sorts of animals. With the development of technology, machinery and industry, noise has now become a global problem to human peace and tranquility. മനുഷ്യന്റെ നല്ല മാനസികാവസ്ഥയ്ക്ക്, അതുപോലെ സമാധാനത്തിന് ഇങ്ങനെയുള്ള ഈ പുതുതലമുറ മെഷീനറികളുടെ സൗണ്ടുകൾ, വാഹനങ്ങളുടെ സൗണ്ടുകൾ, പ്ലെയിനുകളുടെ സൗണ്ടുകൾ ആകെ ഒരു എന്താ പറയുക, മനുഷ്യന്റെ സമാധാനം കെടുത്തുന്ന രീതിയിലാണ്. അത് മാത്രമല്ല ആരോഗ്യത്തിന് ഹാനികരം കൂടിയാണ് എന്നാണ് ഇതിൽ ഉദ്ദേശിച്ചുള്ളൂ. എന്താണ് നോയ്സ് പൊല്യൂഷൻ എന്ന് പറയുന്നത്? മീനിങ് ഓഫ് ദ ടേം നോയ്സ് പൊല്യൂഷൻ. നോയ്സ് പൊല്യൂഷൻ മീൻസ് പൊല്യൂഷൻ ഓഫ് ദ എൻവയൺമെന്റ് വിത്ത് അൺപ്ലസന്റ് ആൻഡ് അൺഡിസൈറബിൾ സൗണ്ട് ത്രൂ ഹ്യൂമൻ ആക്ടിവിറ്റീസ് thereby causing adverse effects in all recipients. എന്നൂടെ പറയുന്നു, നോയ്സ് പൊല്യൂഷൻ മീൻസ് pollution of the environment with unpleasant and undesirable sound through human activities, thereby causing adverse effects in all recipients. മനുഷ്യനിർമ്മിതമായ അല്ലെങ്കിൽ മനുഷ്യന്റെ പ്രവർത്തന മൂലം ഉണ്ടാകുന്ന ശബ്ദങ്ങൾ കൊണ്ട് അറ്റ്മോസ്ഫിയർ നിറഞ്ഞ് ഉണ്ടാകുന്ന ഒരു പൊല്യൂഷനാണ് എന്ത്? നോയ്സ് പൊല്യൂഷൻ. ഓക്കെ. അൺഡിസൈറബിൾ ആൻഡ് അൺപ്ലസന്റ്, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു പാട്ട് കേട്ടാലും നമുക്ക് പ്രശ്നമല്ല, അത് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഈ ഇടി മുഴങ്ങണ പോലെ സൗണ്ട്, ബോർവെല്ലൊക്കെ അടിക്കുമ്പോൾ സൗണ്ട് കേട്ടില്ലേ, ഇതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുവോ? ഇല്ല. അപ്പോൾ ഈ പൊല്യൂഷൻ ഓഫ് ദ എൻവയൺമെന്റ് വിത്ത് അൺപ്ലസന്റ് ആൻഡ് അൺഡിസൈറബിൾ സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസ്, thereby causing adverse effects in all recipients, that is known as noise pollution. Then measurement of sound intensity. The common scientific acoustic unit is the decibel. ഫിസിക്സുകാർക്ക് നന്നായിട്ട് അറിയാം എന്താ ഡെസിബിൾ എന്നുള്ളത്. ഒരു ലോഗരിതമിക് സ്കെയിലാണ് ഡെസിബിൾ. നമുക്ക് കാണാം, ഇറ്റ് ഈസ് ദ റേഷ്യോ എക്സ്പ്രസ്ഡ് ആസ് എ ലോഗരിതമിക് സ്കെയിൽ റിലേറ്റീവ് ടു എ റെഫറൻസ് സൗണ്ട് പ്രഷർ ലെവൽ. ഒരു റെഫറൻസ് പ്രഷർ ലെവലിനെ ബേസ് ചെയ്തുകൊണ്ട്, മനസ്സിലാവുന്നല്ലോ അല്ലേ, ഒരു റെഫറൻസ് ഇന്റൻസിറ്റി, സൗണ്ട് ഇന്റൻസിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഗിവൺ സൗണ്ടിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് അളക്കുന്ന രീതിയാണ് അത് ലോഗരിതമിക് സ്കെയിലിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മനുഷ്യന്, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. മനുഷ്യന് ഒരു സൗണ്ട് കേൾക്കാൻ മിനിമം എത്ര ഇന്റൻസിറ്റി വേണ്ടി വരുമോ അതിനെയാണ് നമ്മൾ റെഫറൻസ് ഇന്റൻസിറ്റി എന്ന് നമ്മൾ പറയാം. അതായത് ഒരു സൗണ്ട് 1 മീറ്റർ അകലെ, ഏകദേശം സ്റ്റാൻഡേർഡ് ലെങ്ത് പറയുന്നതാണ്, 1 മീറ്റർ അകലെ നമുക്ക് കേൾക്കാൻ, നമ്മൾ സൗണ്ട് കേൾക്കാൻ മിനിമം വേണ്ട ഇന്റൻസിറ്റിയാണ് ഇവിടുത്തെ റെഫറൻസ് ഇന്റൻസിറ്റി. അതിന് ബേസ് ചെയ്തുകൊണ്ട് മനുഷ്യന്റെ ചെവിയിലെത്തുന്ന ആ സൗണ്ട് എത്രത്തോളം തീവ്രതയുണ്ടെന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് അതിന്റെ റേഷ്യോ എടുത്ത് അതിന്റെ ലോഗരിതം എടുക്കുമ്പോഴാണ് നമുക്ക് ആ തരത്തിൽ വരുന്നത്. മനസ്സിലായി കാണുന്നത് ഞാൻ വിചാരിക്കുന്നു. നമുക്കിനി ബാക്കി ഡീറ്റെയിൽസിലേക്ക് നോക്കൂ. 1 decibel dB is equal to 10 logarithm to the base 10 of intensity measured by intensity, reference intensity. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് പറഞ്ഞിട്ടാവാം. The reference intensity is the sound can be first heard at a sound pressure of 2 into 10 raised to minus 5 Newton per meter square. ഒരു മനുഷ്യന് കേൾക്കാൻ മിനിമം ആവശ്യമായ സൗണ്ടിനാണ്, അതായത് സൗണ്ട് ജസ്റ്റ് കേൾക്കാൻ വേണ്ടി മാത്രമുള്ള സൗണ്ടാണ്, നമുക്ക് കേൾക്കണേ ഇത്രയെങ്കിലും വേണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് റെഫറൻസ് ഇന്റൻസിറ്റി. മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഒരു ആളുടെ ചെവിയിൽ സൗണ്ട് കേൾക്കാൻ ആവശ്യത്തിന് അല്ലെങ്കിൽ ചെവിയിൽ നമുക്ക് സൗണ്ട് ഫീൽ ചെയ്യാൻ മിനിമം വേണ്ട ഇൻറ്റൻസിറ്റിയാണ് റഫറൻസ് ഇൻറ്റൻസിറ്റി. അതിൻ്റെ വാല്യൂ ആണ് 2 × 10⁻⁵ Nm/m². അതിന് ബേസ് ചെയ്തുകൊണ്ട് ഒരു ഗിവൺ സൗണ്ടിന്റെ ഇന്റൻസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നോക്കുന്നതാണ് അതിന്റെ റേഷ്യോ. ഇന്റൻസിറ്റി മെഷേർഡ് ഓഫ് ദ സിഗ്നൽ ടു ദ റഫറൻസ് ഇന്റൻസിറ്റി. ആ റേഷ്യോനെ നിങ്ങൾ ലോഗരിതം കാണും. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് 1 ഡെസിബൽ. ആംപ്ലിഫയറിന്റെ അതുപോലെ ബൂസ്റ്ററുകളുടെ ഈ കപ്പാസിറ്റി എഫിഷ്യൻസി ഒക്കെ നമ്മൾ ഈ ഡെസിബലിലാണ് നമ്മൾ പറയാം. ഓക്കെ, ദിസ് യൂണിറ്റ് ഓഫ് ഡെസിബൽ ഈസ് നോട്ട് ലിമിറ്റഡ് ടു ഹ്യൂമൻ ഇയർ ഫ്രീക്വൻസി റെസ്പോൺസ് and hence another unit dBA is used which is suitable for measuring general noise levels in comparison with human ear. എന്ത് മനസ്സിലായേ? ഇത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള കാൽക്കുലേഷൻ ആണ് ഡെസിബൽ. എന്നാലും എല്ലായ്പ്പോഴും കാൽക്കുലേഷന് നമുക്ക് ഇപ്പം പ്രാക്ടിക്കൽ ആവില്ല. അപ്പൊ നമ്മൾ കമ്പാരേറ്റർ ടെക്നിക്കാണ്, അല്ലെങ്കിൽ നമ്മൾ കമ്പാരിസൺ താരതമ്യ പഠനമാണ് നമ്മൾ ചെയ്യുക. അതായത് ഈ മനുഷ്യന്റെ ചെവിയുടെ ഈ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. ഫ്രീക്വൻസി റെസ്പോൺസ് ഫിസിക്സുകാർക്ക് അറിയാം, നമുക്കിവിടെ ആവശ്യത്തിന് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഈ എന്താ പറയാ, ഞാൻ വായിച്ചത് തന്നെ, ദ യൂണിറ്റ് ഓഫ് ഡെസിബൽ ഈസ് നോട്ട് ലിമിറ്റഡ് ടു ഹ്യൂമൻ ഇയർ ഫ്രീക്വൻസി റെസ്പോൺസ് ആൻഡ് ഹെൻസ് അനദർ യൂണിറ്റ് DBA is used which is suitable for measuring general noise levels in comparison with human ear. അതായത് ഡെസിബൽ എന്ന് പറയുന്നത് ചെവിയായിട്ട് ബന്ധമുള്ള ഒരു യൂണിറ്റേ അല്ല, മനുഷ്യന്റെ ചെവിയായിട്ട് ബന്ധപ്പെടുത്തി. കാരണം പൊല്യൂഷൻ പ്രശ്നമാണ്, നോയ്സ് പൊല്യൂഷൻ പ്രശ്നം ഉണ്ടാകുന്ന മനുഷ്യനാണ്. മനുഷ്യന്റെ ചെവിയെ ബന്ധപ്പെടുത്തി ആ യൂണിറ്റ് പറയുമ്പോഴേ നമ്മളതിനെ ഒരു താരതമ്യ യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയാ DBA എന്നുള്ള യൂണിറ്റാണ് നമ്മൾ ഉപയോഗപ്പെടുന്നത്. DBA നോക്കൂ. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് നോയ്സ്. നോയ്സ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു 3 categories. Transport noise, it is connected with various types of vehicles. It can be subdivided into റോഡ് ട്രാഫിക് നോയ്സ്. നിങ്ങൾക്കറിയാം, ഈ വാഹനങ്ങൾ മുഖാന്തരം ഉണ്ടാകുന്ന സൗണ്ടാണ് റോഡ് ട്രാഫിക് നോയ്സ്. ഈ എയർക്രാഫ്റ്റ് നോയ്സ്, ഹെലികോപ്റ്ററുകൾ പ്ലെയിനുകളൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് എയർപോർട്ടിൻ്റെ അടുത്തുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കും. ഇപ്പോൾ ജെറ്റ് എഞ്ചിനൊക്കെ ഭയങ്കര അരമ്പല്ല എയർക്രാഫ്റ്റ് നോയ്സ്. അടുത്ത് റെയിൽ ട്രാഫിക് നോയ്സ്. റെയിലിൻ്റെ അടുത്ത്, റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നോയ്സൻസ് ആണ്. പക്ഷെ അവർക്ക് ഒരു 4-5 ദിവസം കഴിയുമ്പോൾ അവർ യൂസ് ടു അവർ അറിയില്ല എന്ന് മാത്രം, നമുക്കത് ബുദ്ധിമുട്ടാണ്. റെയിൽ ട്രാഫിക് നോയ്സ്. അടുത്ത് ഒക്യുപ്പേഷൻ നോയ്സ്. അപ്പൊ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഗതാഗത ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന സൗണ്ടാണ് ട്രാൻസ്പോർട്ട് നോയ്സിന്റെ കാറ്റഗറിയിൽ വരിക. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു വേരിയസ് ടൈപ്സ് ഓഫ് വെഹിക്കിൾസ്. ഫസ്റ്റ് വൺ റോഡ് ട്രാഫിക് നോയ്സ്, സെക്കൻഡ് വൺ എയർക്രാഫ്റ്റ് നോയ്സ്, തേർഡ് വൺ റെയിൽ ട്രാഫിക് നോയ്സ്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയിലുള്ളതാണ് ഒക്യുപ്പേഷൻ നോയ്സ്. അതായത് നമ്മുടെ ജീവിത രീതി കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനം മുഴുവൻ ഉണ്ടാകുന്ന സൗണ്ടാണ്. നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത പല സാധനങ്ങളും ഉണ്ട് അതിൽ. ഒക്യുപ്പേഷൻ നോയ്സ് produced by industrial machines and processes and also from domestic gadgets like washing machines, vacuum cleaners, etc. നിങ്ങൾ സാധനം വാക്വം ക്ലീനർ ഇതൊക്കെ വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുമ്പോൾ ബസ്സിംഗ് സൗണ്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഇൻഡസ്ട്രിയൽ മെഷീനുകൾ, ഒരു മിക്സി ഓടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വരമ്പിലുണ്ടാവില്ലേ, അല്ലെങ്കിൽ ഒരു മോട്ടർ ബെയറിങ്ങുകൾ കമ്പനിയിലുള്ള മോട്ടറാണെങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതാണ് ഒക്യുപ്പേഷൻ നോയ്സ്. ഇനി മൂന്നാമത്തെ നെയ്ബർഹുഡ് നോയ്സ്. ദിസ് ഇംപ്ലൈസ് എ വെറൈറ്റി ഓഫ് സോഴ്സസ് നോയ്സ് which disturbs and annoy the general public by interfering with their comfort and welfare. Example, loud TV, radio set, loudspeakers, etc. അപ്പോൾ ഇവിടെ 3 തരം സോഴ്സസ് നമ്മൾ പറഞ്ഞു. ട്രാൻസ്പോർട്ട് നോയ്സ്, ഒക്യുപ്പേഷണൽ നോയ്സ്, നെയ്ബർഹുഡ് നോയ്സ്. ഇതിൽ അവോയ്ഡ് ചെയ്യാവുന്ന ഏതൊക്കെ കാറ്റഗറിയിലുള്ളതാണ്? നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നത്, ഉദാഹരണം പറഞ്ഞാൽ ഈ നെയ്ബർഹുഡ് നോയ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എന്താ കാരണം? ഈ ഒരാൾ അടുത്ത വീട്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത വീട്ടിൽ ഒരാൾ TV നല്ല ഉച്ചത്തിൽ വെച്ചേക്കണം, ശബ്ദത്തിൽ, നമുക്ക് പ്രശ്നം ഉണ്ടാവും ഇല്ലേ? ഉണ്ട്. അതുപോലെ മൈക്ക് അനൗൺസ്മെന്റുകൾ, പ്രത്യേകിച്ച് ഈ കോളാമ്പി പോലെയുള്ള ഒരു മൈക്ക് സെറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ലൗഡ് സ്പീക്കർ. ഇപ്പൊ നിരോധിച്ചിട്ടുണ്ട്. പണ്ട് അമ്പലങ്ങളിൽ പള്ളികളിലൊക്കെ പാട്ട് വെക്കാനും ഈ ബാങ്ക് വിളിക്കാനൊക്കെ ഉപയോഗിച്ച് ഭയങ്കര അകലേക്ക് നല്ല ഷാർപ്പ് സൗണ്ട് ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്. ആശയം മനസ്സിലാക്കണം അല്ലേ? അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാവുന്നുള്ളൂ. അത് നിരോധിച്ചിട്ടുണ്ട് പലതും. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ പറയാ, ഒഴിവാക്കാവുന്ന കുറെ കാര്യങ്ങളാണ്. അപ്പൊ ഈ ബാക്കി 2 നമുക്ക് കുറയ്ക്കാനേ പറ്റുള്ളൂ, ഒഴിവാക്കാൻ പറ്റില്ല. ഏത്? ട്രാൻസ്പോർട്ട് നോയ്സ്, ഗതാഗതങ്ങൾ ഇല്ലാതെ പറ്റില്ല, ഗതാഗത സൗകര്യങ്ങൾ ഇല്ലാതെ പറ്റില്ല. അതുപോലെ ഒക്യുപ്പേഷൻ നോയ്സ്, നമുക്ക് മിക്സി ഉപയോഗിക്കാണ്ട് പറ്റില്ല, വാക്വം ക്ലീനർ ഉപയോഗിക്കാണ്ട് പറ്റില്ല. പക്ഷെ കുറച്ചൊക്കെ മിനിമൈസ് ചെയ്യാൻ പറ്റും.
പക്ഷെ മറ്റൊരു എന്താ പറയുക, നെയ്ബർഹുഡ് നോയ്സ് എന്ന് പറയുന്ന സാധനം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ സോഴ്സസ് ആണ്. നോയ്സ് പൊല്യൂഷൻ്റെ സോഴ്സസ് ആണ്. Some of the man-made sources of noise pollution are as follows: industries, factories, and machinery. Especially ആവശ്യമുള്ള സംഗതിയാണ്. Vehicles such as trains, buses, cars, scooters, etc. and hooting of horns. PPP ഹോണുകൾ, എയർ ഹോണുകൾ അടിക്കില്ലേ, ഇതൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ലൗഡ് സ്പീക്കേഴ്സ് ആൻഡ് ഓഡിയോ സിസ്റ്റംസ് യൂസ്ഡ് ഇൻ സോഷ്യൽ ഗാദറിംഗ്സ്, സെലിബ്രേഷൻസ്, എക്സെട്ര. നമ്മൾ മൈക്ക് സിസ്റ്റങ്ങൾ, അനൗൺസ്മെന്റുകളൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലത്ത്. വെടിക്കെട്ട്, ഫയർ വാട്ട്സ്. 4ാമത്തെ പോയിന്റാണ് ഫയർ വാട്ട്സ്. കരിമരുന്ന് പ്രയോഗം സ്റ്റാൻഡേർഡ് ഭാഷയിൽ പറയും. നമ്മൾ തൃശ്ശൂർ നാട്ടിൽ വെടിക്കെട്ട് എന്ന് പറയാം. ഡൊമസ്റ്റിക്, 5ാമത്തെ ഡൊമസ്റ്റിക് അപ്ലയൻസസ് സച്ച് എസ് ഗ്രൈൻഡേഴ്സ്, മിക്സീസ്, വാക്യൂം ക്ലീനേഴ്സ്, ഓഡിയോ സിസ്റ്റംസ്, എക്സെട്ര. 6ാമത്തെ വേരിയസ് കൺസ്ട്രക്ഷൻ വർക്ക്സ്. 7 സൈറൻസ് ഫ്രോം ഫാക്ടറീസ്, എക്സെട്ര. ദെൻ നോയ്സ് പൊല്യൂഷൻ ഹസാർഡ്സ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എക്സ്പ്ലനേഷൻ വേണ്ട എന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ വളരെ നമുക്ക് പരിചയമുള്ള സംഗതികളാണ്. ഈ നോയ്സ് പൊല്യൂഷൻ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളാണ് ഈ പറഞ്ഞു വരുന്നത്. നമുക്കുണ്ടാകുന്ന ദോഷങ്ങൾ എന്നുള്ളതുപരി അത് എങ്ങനെ നമുക്ക് അഫക്റ്റ് ചെയ്യാം, ഏത് ലെവൽ വരെ പോകാമെന്നുള്ളതൊക്കെയാണ് ഹസാർഡ്സ് എന്ന് പറയുന്നത്. ഇതെന്താ ഹസാർഡ്സ്? അതിൻ്റെ അപകടാവസ്ഥ. നോയ്സ് ഈസ് ആൻ എയർബോൺ മെക്കാനിക്കൽ എനർജി സ്ട്രൈക്കിംഗ് ദ ഹ്യൂമൻ ഇയർ ഡ്രം. ഹ്യൂമൻ ഇയർ ഡ്രമ്മിൽ പതിക്കുന്ന ഒരു എനർജിയാണ് ഏത്? നോയ്സ്. 65 dBA is required for a conversation heard at a distance of 1 meter. ഒരാളുടെ സൗണ്ട് നമുക്ക് കേൾക്കണമെങ്കിൽ, 1 മീറ്റർ അകലെ നിൽക്കുന്ന ഒരാളുടെ സംസാരിക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കണമെങ്കിൽ അത് 65 dBA എങ്കിലും വേണമെന്നാണ് പറയപ്പെടുന്നത്. ഇത്തിരി ഉച്ചത്തിൽ കേൾക്കണമെങ്കിൽ ഏകദേശം ഒരു 75-80 വരെയൊക്കെ പോവാം, നല്ല ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ. ക്ലാസ്സിൽ ടീച്ചേഴ്സ് സംസാരിക്കുമ്പോൾ ഏതാണ്ട് ഈ ശബ്ദം ഉണ്ടാവും. 125 dBA causes the sensation pain in the ear. 125 dBA സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെവിക്കകത്ത് വേദന ഫീൽ ചെയ്യും. കുറച്ചു നേരം കണ്ടിന്യൂസ് ആയിട്ട് ചെവിയിൽ രക്തം വരാനൊക്കെ തുടങ്ങും. 150 dBA ആണെങ്കിൽ ഒരു ആളെ കൊല്ലാൻ അത് മതി എന്ന് പറയുന്നത്. 150 dBA might kill a human being. If a noise level exceeding 90 dBA reaches the ear for a few minutes, sensitivity of the ear is reduced. 90 dBയിൽ മേലുള്ള സൗണ്ട് കുറച്ച് നേരം അധികം കേൾക്കണമെങ്കിൽ, അല്ലെങ്കിൽ 10-15 മിനിറ്റ് കേൾക്കണമെങ്കിൽ നമ്മുടെ ചെവിയുടെ സെൻസിറ്റിവിറ്റി അത് കുറഞ്ഞു പോവും. കൂടുതലാണെങ്കിൽ ചെവിയുടെ കേൾവി തന്നെ ഇല്ലാതായേക്കാം. ഇനി എഫക്ട്സ് ഓഫ് നോയ്സ് പൊല്യൂഷൻ. എഫക്ട്സ് എന്താ? അതുകൊണ്ടുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ 2 കാറ്റഗറിയാണ്. പാത്തോളജിക്കൽ ഓർ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ആൻഡ് നോൺ പാത്തോളജിക്കൽ ഡിസോർഡേഴ്സ് വേറെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഹെഡാണ് പാത്തോളജിക്കൽ ഓർ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്. ആദ്യത്തെ, ഹൈ ഫ്രീക്വൻസീസ് ഓർ അൾട്രാസോണിക് സൗണ്ട് എബോവ് ദ നാച്ചുറൽ ഓഡിബിൾ റേഞ്ച് ക്യാൻ അഫക്ട് ദ ഇന്നർ ഇയർ മെക്കാനിസം ആൻഡ് മേക്ക് വൺ സഫർ ഫ്രം നൊസിയ ആൻഡ് ഡിസ്നസ്. എന്താ പറഞ്ഞേ? അൾട്രാസോണിക് സൗണ്ട് ഹൈ ഫ്രീക്വൻസി. എന്താ അൾട്രാസോണിക്? ഈ 20 ഹെർട്സിൽ കിലോ ഹെർട്സിൽ മേലെയുള്ള സൗണ്ട് കൂടുതൽ വന്നു കഴിഞ്ഞാൽ, നാച്ചുറൽ ഓഡിബിൾ റേഞ്ചിന് മേലെയുള്ളത്, നമ്മുടെ ഹ്യൂമൻ ഇയർ മെക്കാനിസം തകരാറിലായി പോകും. മാത്രമല്ല നമുക്കൊരു നൊസിയ എന്ന് പറഞ്ഞാൽ ഛർദ്ദിക്കാനും ഒരു ജലദോഷവും തുമ്മലൊക്കെ വരുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു ഫീലിംഗ്, നൊസിയേറ്റിംഗ് ഫീലിംഗ് വരും. ഡിസിനസ് എന്താ? ചെറിയ ഗിഡിനെസ്, ഈ പറ്റാവെന്ന് പറയില്ലേ, തലകറങ്ങ, അങ്ങനെ ഒരു അരപ്പിരി പിടിച്ച പോലെ ഡിസിനസ്. അടുത്ത്, ലോ ഫ്രീക്വൻസി നോയ്സ് കോസസ് റെഡ്യൂസ്ഡ് ഹാർട്ട് ബീറ്റ്. ഇവിടെ ഒരു സ്പെല്ലിംഗ് പറഞ്ഞിട്ട് ഹാർട്ട് ബീറ്റ് ആണ് അത്. ബ്ലഡ് പ്രഷർ വേരിയേഷൻസ്, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ്, എക്സെട്ര. ഹാർട്ട് ബീറ്റിനെ ബാധിക്കും, ബ്ലഡ് പ്രഷറിനെ ബാധിക്കും, ശ്വാസത്തിന്റെ ശ്വാസഗതിയൊക്കെ ബാധിക്കും. മിഡ് ഫ്രീക്വൻസി നോയ്സ് ക്യാൻ കോസ് ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റം ഡാമേജ്. അടുത്ത്, ഇറ്റ് ഇൻഡ്യൂസസ് ഹോർമോണൽ ഇംബാലൻസ്. സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് പല ഹോർമോണുകളും ഇല്ലാതായി പോകും, അല്ലെങ്കിൽ വളരെ കുറഞ്ഞു പോകും. തൈറോയിഡൊക്കെ അങ്ങനെ ഉണ്ടാകുന്ന കേസുകൾ പറഞ്ഞിട്ടുണ്ട്. ഉച്ചത്തിൽ കേട്ടിട്ടുണ്ട്, സത്യാവസ്ഥ അറിയില്ല, റിസർച്ചുകൾ ഇനിയും അതിൽ നടക്കണമെന്നുള്ളൂ. ഇറ്റ് അഫക്ട്സ് ദ ഹിയറിംഗ് കപ്പാസിറ്റി ആൻഡ് അറ്റ് ഹയർ ലെവൽസ് ഡാമേജസ് ഇയർ ഡ്രം ആൻഡ് ഇന്നർ ഇയർ മെക്കാനിസം കോസിംഗ് ഡെഫ്നെസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണത്. അടുത്തൊന്ന്, ഇറ്റ് മേ ഇൻഡ്യൂസ് ഇമോഷണൽ ഡിസ്റ്റർബൻസസ്, സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്, നെർവസ് ബ്രേക്ക് ഡൗൺ ആൻഡ് ഈവൺ ഇൻസൈനിറ്റി. നമുക്ക് ഈവൻ ഭ്രാന്തിന്റെ വക്കിൽ വരെ എത്തും. മനഃശാസ്ത്രപരമായ രോഗങ്ങൾ, അങ്ങനെ പലതരത്തിൽ വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ. ചിലർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ചിലർ വളരെ ദൂരെ യാത്ര ചെയ്തൊക്കെ വരുന്നവർക്ക്, വണ്ടിയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇമോഷണൽ ഡിസ്റ്റർബൻസ് ആണ് ആ സൗണ്ട് കൊണ്ടുണ്ടാകുന്ന. മനഃശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താ പറയുക, ശാരീരിക പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് കൈയും കാലൊക്കെ ഞരമ്പുകളും പ്രത്യേകം വർക്ക് ചെയ്യാത്ത പോലെ വരാം. ഇവൻ
ചെറിയ ഭ്രാന്ത് വരെ ആവാമെന്ന് പറയുന്നത്. അടുത്തൊന്ന് ഇറ്റ് ഇൻക്രീസസ് ഹാർട്ട് ബീറ്റ്സ് ആൻഡ് റൈസ് ബ്ലഡ് പ്രഷർ. അടുത്തൊന്ന് ഇറ്റ് അഗ്രവേറ്റ്സ് ഗ്യാസ്ട്രിക് ഡിസോർഡേഴ്സ് ആൻഡ് സ്റ്റൊമക് അൾസേഴ്സ്. ഡൈജസ്റ്റീവ് ഡിസോർഡറുകൾ, ഗ്യാസ്ട്രൈറ്റിസ് ഒക്കെ ഉള്ളവർക്ക് അത് കൂടാനൊക്കെ സാധ്യതയുണ്ട് പറഞ്ഞു വരുന്നത്. അടുത്തൊന്ന് ഇറ്റ് മേ അഡ്വേഴ്സ്ലി അഫക്ട് ദ ഫങ്ഷനിങ് ഓഫ് ബ്രെയിൻ, കിഡ്നീസ് ആൻഡ് ലിവർ. എന്താ പറഞ്ഞേ, ബ്രെയിൻ, കിഡ്നി, അങ്ങനെ പ്രധാനപ്പെട്ട ലിവർ, ഇങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് അവയവങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെ കാര്യമായിട്ട് ബാധിക്കും. ഇറ്റ് ഡിസ്റ്റർബ്സ് ഹ്യൂമൻ മെത്തഡ് ഓഫ് നോർമൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെലഫോണിക് കോൺവെർസേഷൻ. മനുഷ്യന്മാർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അതായത് സംസാരം, അതൊക്കെ തമ്മിൽ ബാധിക്കും. ടെലഫോണിക് കോൺവെർസേഷനിലൊക്കെ അത് ബുദ്ധിമുട്ടുണ്ടാക്കും, മാൽ ഫങ്ഷനിങ് ഉണ്ടാവും. ഇറ്റ് ഇൻഡ്യൂസസ് അബോർഷൻസ് ആൻഡ് കോസസ് ഫിസിക്കൽ അബ്നോർമാലിറ്റീസ് ഇൻ യങ് ചിൽഡ്രൻ. ഗർഭിണികളിൽ അബോർഷൻ ഉണ്ടാവാനും ഫിസിക്കൽ അബ്നോർമാലിറ്റി ചെറിയ കുട്ടികളിൽ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ പ്രത്യേകിച്ച് ഈ വെടിക്കെട്ടിനൊക്കെ അങ്ങനെ പേരുണ്ട്. ഗർഭം കലിക്ക് എന്ന് പറയുന്നൊരു വെടിക്കെട്ട് ഐറ്റത്തിന്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കുഴിമിന്നലെന്നോ മറ്റോ ആണ് ഇതിനെ വിളിക്കാന്ന് എനിക്ക് തോന്നുന്നത്. കുഴിയമിട്ടെന്നോ ഒക്കെ വിളിക്കാൻ തോന്നുന്നു സ്റ്റാൻഡേർഡ് ഭാഷയിൽ. എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടില് കൊളോക്കിയലായിട്ട് തന്നെ പറയുന്നത് ഗർഭം കലിക്കുന്ന. എന്താ കാരണം? ഇതന്നെ, അബോർഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ സൗണ്ട് കേട്ടാൽ ഗർഭിണികൾക്ക്. At very high levels, it may even kill a person by inducing heart attack or cerebral hemorrhage. ഈ തലച്ചോറിൽ രക്തം ക്ലോട്ട് ചെയ്യുന്ന അസുഖമാണ് ത്രോംബോസിസ്. അത് തന്നെയാണ് ഇവിടെ ഹെമറേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. സെറിബ്രൽ ഹെമറേജ് വന്നുകൊണ്ടോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നുകൊണ്ടോ ഒരാൾ മരിക്കാൻ വരെ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഹെഡോടെ തീർന്നു. പാത്തോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ, നോൺ സൈക്കോളജിക്കൽ അല്ലെ, അങ്ങനെയല്ലേ പറഞ്ഞിരുന്നത്? രണ്ടാമത്തെ കാറ്റഗറി നോൺ പാത്തോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ എഫക്ട്സ്. ഫിസിക്കൽ ആൻഡ് മെന്റൽ ഫറ്റീഗ് ആദ്യത്തെ, രണ്ടാമത്തെ ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, മൂന്നാമത്തെ ലോവർ എഫിഷ്യൻസി, നാലാമത്തെ റെഡ്യൂസ്ഡ് വർക്ക് റേറ്റ് ഇൻ വർക്കിംഗ് എൻവയോൺമെന്റ്, 5 ഇൻ നോൺ വർക്കിംഗ് എൻവയോൺമെന്റ് ലൈക്ക് ഇൻ റെസിഡൻഷ്യൽ ഏരിയാസ് സൈക്കോളജിക്കൽ നോയ്സ് അഫക്ട് സ്ലീപ്പ് ആൻഡ് പ്രിവെന്റ് ഡീപ് സ്ലീപ്പ്. എന്ന് പറഞ്ഞ് നോൺ വർക്കിംഗ് എൻവയോൺമെന്റിൽ റെസിഡൻഷ്യൽ ഏരിയസിലൊക്കെ ഇങ്ങനെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, നമ്മുടെ മനസ്സിനാകെ ബാധിക്കും. പിന്നെ നമുക്ക് ഉറക്കം ശരിക്കും വരാത്ത പോലെയോ ഡീപ് സ്ലീപ്പ് കിട്ടാത്ത പോലെയൊക്കെ ഉണ്ടാവാറുണ്ട് പലപ്പോഴും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഫിസിക്കൽ ആൻഡ് മെന്റൽ ഫറ്റീഗ്, നമുക്ക് മാനസിക ശാരീരികമായി ക്ഷീണം. ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമുക്കൊന്നും പഠിക്കാൻ വരെ പറ്റില്ല. അങ്ങനെ സൗണ്ടുകൾ കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയണേ. ഇപ്പം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ പ്രശ്നമാണെന്ന് പറയും, പഠിക്കാൻ പറ്റാത്തത് നിങ്ങളുടെ ഉഴപ്പിൻ്റെ കാര്യമെന്ന് പലർക്കും അറിയാം. ഇപ്പം മറിച്ചുള്ളവരുണ്ടോ എന്ന് നമുക്കറിയില്ല. ലോവർ എഫിഷ്യൻസി, നമ്മുടെ വർക്ക് പൊട്ടൻഷ്യൽ. ഇപ്പം നിങ്ങളൊരു 3-4 പേജ് 1 മണിക്കൂർ കൊണ്ട് എഴുതുന്നുണ്ടെങ്കിൽ ഈ നോയ്സി അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾക്ക് അത്ര എഴുതാൻ പറ്റില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്, എഫിഷ്യൻസി കുറയും. അത് തന്നെയാണ് അടുത്ത റെഡ്യൂസ് വർക്ക് റേറ്റ് ഇൻ വർക്കിംഗ് എൻവയോൺമെന്റ് എന്നൊക്കെ പറഞ്ഞിരുന്നത്. അടുത്തൊന്ന് ചിൽഡ്രൻ എക്സ്പോസ്ഡ് ടു എക്സസീവ് നോയ്സ് ഷോ സൈൻസ് ഓഫ് ബിഹേവിയറൽ ഡിസോർഡേഴ്സ്. ഈ പെരുമാറ്റ വൈകല്യങ്ങൾ കാണിക്കുന്ന കുട്ടികൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽപ്പെട്ടവർ കാണിക്കാൻ സാധ്യതയുണ്ട്. കോസ് ഡിസ്റ്റോർട്ടഡ് ബ്രെയിൻ വേവ്സ് ആൻഡ് ബ്ലറിംഗ് ഓഫ് വിഷൻ അറ്റ് എ ലെവൽ ഓഫ് 125 dBA. അതായത് കുറച്ചുകൂടി സൗണ്ട് 150 dBA മനുഷ്യൻ തട്ടിപ്പോകുന്ന പറഞ്ഞേ. അപ്പോൾ 150 എന്ന് പറയുമ്പോൾ നമുക്ക് തട്ടിപ്പോവില്ല, പക്ഷെ നമുക്ക് വളരെ അഡ്വേഴ്സ് ആയിട്ട് അഫക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇന്റൻസിറ്റി ലെവലാണ് 125 dBA. അതിലെന്ത് സംഭവിക്കുന്നു? നമുക്ക് ഈ ബ്രെയിൻ വേവ്സ് ഫോം ചെയ്യും, ബ്രെയിൻ വേവ്സ് ഡിസ്റ്റോർട്ടഡ് ആവും, അങ്ങനെ കാഴ്ച മങ്ങും, ഈവൻ കളറുകൾ തന്നെ അറിയാം, കളർ ബ്ലൈൻഡ്നെസ് ഒക്കെ വരുന്ന പറയണേ. ഇപ്പം ഡ്രൈവേഴ്സിനൊക്കെ ഇത് കണ്ടമാനം ഹോണുകളുടെ ഇടയ്ക്കൊക്കെ ഭയങ്കര ഇരപ്പിലുള്ള വണ്ടികളൊക്കെ ഓടിച്ചു പോകുന്നവർക്ക് സിഗ്നലുകൾ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ബ്ലൂവും റെഡും തമ്മിൽ കണ്ട ഒരു പക്ഷേ മനസ്സിലായില്ല എന്ന് വരും. തിരിച്ച് ബ്ലൂ അല്ലല്ലോ ട്രാഫിക് സിഗ്നലിലുള്ളത്, ഗ്രീനും റെഡും, ഗ്രീനും യെല്ലോ, ഇതൊക്കെ പ്രശ്നം ഉണ്ടാവും. ഈ കൺട്രോൾ ഓഫ് നോയ്സ് പൊല്യൂഷൻ അടുത്തത്. നോയ്സ് പൊല്യൂഷൻ cannot be totally eliminated. We can reduce and minimize the ill effects of it by adopting some preventive and safety measures. Some are, അതായത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല, നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാൻ സാധിക്കും അതിൻ്റെ ഇൽ എഫക്ട്സ്. അതിന് കുറച്ച് പ്രിവെന്റീവ് മെഷേഴ്സ് ഒക്കെ എടുക്കേണ്ടി വരും. പ്രധാനപ്പെട്ട പ്രിവെന്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നത് ഇയർ പ്രൊട്ടക്റ്റീവ് എയ്ഡ്സ് സച്ച് as ഇയർ പ്ലഗ്സ് മസ്റ്റ് ബി issued to workers in noisy factories. 2, walls and ceilings of factories must be insulated with sound absorbing materials. അത് നിങ്ങൾക്ക് വളരെ എളുപ്പമല്ലേ? അതായത് പല സൗണ്ടുള്ള സ്ഥലത്ത് നമുക്ക് പഞ്ഞുകൊണ്ട് ചെവി നന്നായിട്ട് അടച്ചു വെച്ചാൽ തന്നെ കുറേ ആശ്വാസം കിട്ടും. ഇയർ പ്ലഗ്സ് ഉപയോഗിക്കാൻ, അങ്ങനെ ഇയർ പ്ലഗ്സ് വാങ്ങിക്കാൻ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്നുണ്ട്, സൗണ്ട് റെഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താ, ഈ മീറ്റിങ്ങുകളോ അല്ലെങ്കിൽ വലിയ സൗണ്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നിൽക്കുമ്പോഴും ഓഡിറ്റോറിയങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെ വാൾസ് ഡോർസ് ഒക്കെ എന്ത് ചെയ്യാം, സൗണ്ട് അബ്സോർബിങ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് എന്താ പറയുക, സീൽ ചെയ്യാം, ഇൻസുലേറ്റ് ചെയ്യാം, സൗണ്ട് പുറത്താക്കിട്ടിരിക്കാൻ. അതുപോലെ
അക്വസ്റ്റിക് മെറ്റീരിയൽസ് ഉപയോഗിച്ച് വെച്ചാൽ അതിൻ്റെ റിഫ്ലക്ഷനൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ, ഓൾഡ് നോയ്സി ഫാക്ടറി മെഷീൻസ് ഷുഡ് ബി റീപ്ലേസ്ഡ് ബൈ ന്യൂ വൺസ് ഫിറ്റഡ് വിത്ത് സൈലൻസേഴ്സ്. അപ്പോൾ പഴയ ഭയങ്കര എരമ്പലുണ്ടാക്കുന്ന മെഷീനുകളൊക്കെ മാറ്റി പുതിയ മെഷീനുകൾ, സൗണ്ട് കുറഞ്ഞ മെഷീനുകൾ, സൈലൻസറുള്ള മെഷീനുകൾക്ക് ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ അത് എല്ലായ്പ്പോഴും പ്രാക്ടിക്കൽ വളരെ വിലപിടിപ്പുള്ള മെഷീനുകളാണെങ്കിൽ അത് സാധിച്ചൊന്നും വരില്ല. നാലാമത്തെ, ഫോർ ഹൗസസ് ആൻഡ് ഓഫീസ് ബിൽഡിംഗ്സ് ഇൻ ദ മിഡിൽ ഓഫ് സിറ്റീസ് ദ ഡോർസ് ആൻഡ് വിൻഡോസ് ഷുഡ് ബി ഡിസൈൻ പ്രോപ്പർലി യൂസിങ് ആഡിക്വേറ്റ് സൗണ്ട് പ്രൂഫിംഗ് ടെക്നിക്സ്. ഡോറുകൾ, വിൻഡോകളൊക്കെ സൗണ്ട് പ്രൂഫിംഗ് ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കത് എന്താ പറയുക, സൗണ്ട് പ്രൂഫാക്കിയ റൂമുകൾ ഉപയോഗിച്ചാൽ ഈ പ്രശ്നം അധികം ഉണ്ടാവില്ല. നമുക്ക് പറ്റാവുന്നിടത്തോളം ചെയ്യാനേ സാധിക്കുള്ളൂ, മുഴുവനായിട്ട് സാധിക്കില്ല. 5, നോയ്സ് ക്രിയേറ്റിംഗ് ഓപ്പറേഷൻ ഷുഡ് നോട്ട് ബി കണ്ടക്റ്റഡ് ഇൻ എൻക്ലോസ്ഡ് സ്പേസസ് ബട്ട് ഓൺലി ഇൻ ലാർജ് ഓപ്പൺ സ്പേസസ്. ഇപ്പോൾ നമ്മൾ വലിയ മെഷീനുകൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു എൻക്ലോസ്ഡ് ഷോപ്പിനകത്തോ ഗ്യാരേജിനകത്തോ ചെയ്യാതെ ഒരു ഓപ്പൺ സ്പേസിൽ കൊണ്ടുപോയി ചെയ്തു കഴിഞ്ഞാൽ കുറേ ശബ്ദത്തിൻ്റെ പ്രശ്നങ്ങൾ കുറേ ഒഴിവാക്കാൻ പറ്റും. പടക്കം പൊട്ടിച്ച് നോക്കുന്നത്, ന്യൂക്ലിയർ എക്സ്പ്ലോഷനൊക്കെ ഓപ്പൺ ആയിട്ടുള്ള മരുഭൂമികളിലൊക്കെ നടക്കുക. എന്താ കാരണം? ഒന്നാമത് ആൾ താമസം കുറേ നോക്കിയിട്ട്, പിന്നെ ഒന്ന് ശബ്ദത്തിൻ്റെ പ്രശ്നം. ഇനി ഞാൻ കൂടുതൽ ഡിസ്കഷനിലേക്ക് പോകുന്നില്ല അത്. 6, വെഹിക്കിൾസ് ക്രിയേറ്റിംഗ് ലൗഡ് റാറ്റ്ലിംഗ് നോയ്സസ് ഷുഡ് നോട്ട് ബി അലൗഡ് ഓൺ ദ റോഡ്. അതായത് വലിയ അരമ്പിലുണ്ടാക്കുന്ന സൗണ്ടുകൾ ഉണ്ടാക്കുന്ന വണ്ടികൾ റോഡുകൾ അനുവദിക്കാൻ പാടില്ല. പലതും നിരോധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബൈക്കുകൾ, കുട്ടികൾ, ഈ പ്രത്യേകിച്ച് പിള്ളേർ സെറ്റ്, യൂത്ത് ഈ വണ്ടികളെ സൈലൻസറൊക്കെ മാറ്റിമറിച്ച് സൗണ്ട് ഉണ്ടാക്കുന്ന സ്ഥിതി വണ്ടി ഓടിച്ചിട്ട് പോലീസുകാർ പിടിക്കുന്നുണ്ടല്ലേ, ഇതന്നെ കാരണം. 7, the use of air horns should be banned in cities and towns and near hospitals, schools, etc. അതിപ്പോഴും അത് ബാൻ ചെയ്യണമെന്ന് പറയുന്നത് ഓൾറെഡി ബാൻഡാണ്. എന്നാലും നമ്മൾ ശ്രദ്ധിക്കാതെ ഇപ്പോഴും ഹോസ്പിറ്റലിൻ്റെ അടുത്തൊക്കെ നമ്മൾ ഈ പറയുന്ന ഹോണുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. 8, the use of blaring loudspeakers in thickly populated areas should be prohibited. വലിയ ഉച്ച ശബ്ദം ഉണ്ടാക്കുന്ന ലൗഡ് സ്പീക്കറുകൾ അത് ജനവാസ മേഖലയിൽ ഉപയോഗിക്കുന്നതൊക്കെ അത് നിരോധിച്ചിട്ടുണ്ട്. അത് നിരോധിക്കണം എന്നാണ് പറയുന്നത്, നിരോധിച്ചിട്ടുണ്ട്. By growing trees around factories and places of gathering, the impact of noises can be reduced. നമ്മൾ ശബ്ദം ഉണ്ടാകുന്ന ഏരിയയുടെ സൈഡ് പിടിച്ച് ഇപ്പോൾ ഒരു ഗ്രൗണ്ടിൽ വല്ലാണ്ട് ശബ്ദമുള്ള ഒരു ആക്ടിവിറ്റി എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതിന് ചുറ്റും നല്ല ഉയരമുള്ള വൻ മരങ്ങളുണ്ടെങ്കിൽ ഈ സൗണ്ട് അധികം പുറത്തേക്ക് പോവില്ല, ബാക്കിയുള്ള തടസ്സം ഉണ്ടാവില്ല. അത് ഉദ്ദേശിക്കുന്നത്. 10, busy bus stations, railway stations, aerodromes, etc. should be away from heavily populated areas. അപ്പോൾ ഈ സിറ്റികളിൽ റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റേഷനുകൾ, എയറോഡ്രോമുകളൊക്കെ വെക്കാതെ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാൻ ആണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. പക്ഷേ പണ്ട് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റേഷനൊക്കെ വെച്ചത് ഈ പോപ്പുലേഷൻ ഇല്ലാത്ത സ്ഥലത്തായിരുന്നു. പിന്നെ അവിടെ ആൾക്കാർ കൂടുന്നതിൻ്റെ പേരിൽ അവിടെ ഷോപ്പുകൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, മാളുകളൊക്കെ വന്ന് ഇങ്ങനെ കൂടി സിറ്റി ആയതാണ് പലയിടത്തും. ഇനി നമ്മൾ വേറെ മാറ്റി വെച്ചാൽ അവിടെ വീണ്ടും സിറ്റി ആയി വരും. എനിവേ അത് നമ്മുടെ മനുഷ്യരുടെ ശീലമാണ്. അത് പറ്റാവുന്നിടത്തോളം സൂക്ഷിക്കാതെ നമുക്ക് പറയാനേ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ നോയ്സ് പൊല്യൂഷൻ കൺട്രോള് നമ്മൾ പറയുന്നത്. ഓക്കെ, ഒരു എത്ര പോയിന്റ് പറഞ്ഞു? 8, 9, 10 പോയിന്റ് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഈ നോയ്സ് പൊല്യൂഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എനിവേ ഇന്നിപ്പോൾ ഏകദേശം 20-25 മിനിറ്റ് ആയെന്ന് എനിക്ക് തോന്നണേ. അതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്താണ്. ഓക്കെ, താങ്ക് യു.